സുപ്രീം കോടതി വിധി മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സർക്കാർ നിലപാട് ഇപ്പോഴും എന്താണെന്ന് പറയുന്നില്ല. മറിച്ച് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ന്യൂസ് എഡിറ്റർ ശ്യാം ബാബു ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ നിയമമന്ത്രിയുടെ പ്രതികരണം താങ്കൾ കേട്ട് കാണുമല്ലോ അല്ലേ? നമ്മൾ സംപ്രേഷണം ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിൽ ഇന്ന് എന്താണോ പറഞ്ഞത് അതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയേണ്ടത് എന്താണ് സർക്കാരിൻ്റെ നിലപാട്? സർക്കാരിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ? എന്താണ് മന്ത്രി പി രാജീവ് നമ്മളോട് പറയുന്നത്? അശ്വതി, ഇതിൽ വളരെ ലളിതമായൊരു ചോദ്യമേ ഉള്ളൂ. എന്താണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? അതിന് ഒരു ലളിതമായ ഉത്തരത്തിന് പകരം ഇന്ന് ഇപ്പോൾ നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ അവധാനതയോടുകൂടി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഉരുണ്ട് കളിക്കാമെന്നതിൻ്റെ വ്യക്തമായൊരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ഇതിൽ വളരെ എളുപ്പമാണ്. ഇതിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ: യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് യെസ് ഓർ നോ പറയേണ്ട നിലപാട് ഇന്ന് അല്പസമയം മുമ്പ് ബഹുമാനപ്പെട്ട കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് പറഞ്ഞു. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. ശബരിമലയിലെ പരിപാവനമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കണം, അത് നിലനിൽക്കണം, അതിനാണ് ഞങ്ങളുടെ നിലപാട് എന്ന് കൃത്യമായി തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയിലൂടെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. അത്തരത്തിൽ ഒരു നിലപാട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അശ്വതി, ഇതിൽ ഇന്ന് മന്ത്രി പി രാജീവ് പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സെപ്റ്റംബർ 28 വിധി അത് നിലനിൽക്കുകയല്ലേ എന്ന് അദ്ദേഹം ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറയുന്നു, വിശ്വാസ സമൂഹത്തോടൊപ്പം ഞങ്ങളുണ്ട്, എന്നാൽ സാമൂഹ്യ പരിഷ്കരണങ്ങളായ ചില മൂല്യങ്ങൾ അതും കൂടി ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കേണ്ടി വരും. ഈ രണ്ട് ബാലൻസിംഗ് ആണ് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ കൃത്യമായി തന്നെ അവധാനതയോടുകൂടി പരിഗണിക്കുന്നത്. മാത്രമല്ല ഇന്ന് 2 മണിക്കുള്ളിലൊന്നും നിലപാട് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇനിയും സമയമുണ്ട്. ഞങ്ങൾ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് കൃത്യമായി തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. എന്തിനാണ് ഭക്തർ, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ, ഹൈന്ദവ സംഘടനകൾ, നമ്മൾ ഉൾപ്പെടെ ചോദിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെ സങ്കീർണമാക്കുന്നത്? ഈ വിഷയത്തിൽ ഒരു ചെറിയ നിലപാട്, ഒരു വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതെന്നൊരു ചോദ്യമാണ്. ഇതിൽ എന്തുകൊണ്ടാണ് നിലപാടില്ലാത്തത്? സംസ്ഥാന സർക്കാരിന് ഒരു കൃത്യമായ നിലപാട് പറയാൻ ഇപ്പോഴും സാധിക്കാത്തത് എന്താണ് എന്ന ചോദ്യമാണ് വീണ്ടും വരുന്നത്. അവിടെ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിഷയത്തിൽ വളരെ ലളിതമായി ചോദിച്ചാൽ, യുവതീ പ്രവേശനത്തിൽ പിണറായി സർക്കാരിൻ്റെ നിലപാട് എന്ത്? ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിഞ്ഞ നേരത്തെയൊക്കെ എന്തായിരുന്നു നിലപാട്? ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ ഭക്തരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ, ചില ചെയ്തികളൊക്കെ കാണിച്ചു കൂട്ടിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് എടുക്കുന്നത് എന്നതാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലേക്കും ആശങ്കയിലേക്കും കൊണ്ടുപോകുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ: യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടെന്ത്? അത് ഇപ്പോഴും കൃത്യമായി ലളിതമായി പറയാൻ സംസ്ഥാന സർക്കാരിനോ നിയമമന്ത്രി പി രാജീവിനോ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. അതായത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടായിരിക്കില്ല CPM എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും CPM-ഉം 2 തട്ടിലാണെന്ന് നമുക്ക് കരുതാമോ? അശ്വതി, എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നതായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നെറേറ്റീവ്. കാരണം പല ഘട്ടങ്ങളിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഇത്തരം 67 ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ഈ വളരെ നിർണായകമായ നിമിഷത്തിൽ പോലും മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരഞ്ഞപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് വേണ്ട രീതിയിൽ ആ സമയത്ത് കൈകാര്യം ചെയ്യേണ്ട പോലെ അങ്ങ് കൈകാര്യം ചെയ്യും. ഇത് വ്യക്തമാക്കുന്നത് ഇത്ര ഗൗരവമായൊരു വിഷയത്തെ എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് ലാഘവത്തോടുകൂടി CPM-ന് സംസ്ഥാന ഭരണത്തെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമ്മൾ തന്നെ കണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെടുത്ത ഒരു കൃത്യമായ നിലപാട് അവിടെ ഒരു സങ്കീർണമാക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വശങ്ങളും പരിശോധിക്കുമോ, ഞങ്ങൾ വീണ്ടും ഇപ്പോൾ ഒന്നും നിലപാടെടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ ഭക്തർക്കൊപ്പമാണ് ഞങ്ങൾ. ഈ യുവതീ പ്രവേശന സെപ്റ്റംബർ 28 വിധിക്കെതിരെ പുനഃപരിശോധന ഹർജികൾ സമർപ്പിക്കപ്പെട്ടു.
ആവശ്യപ്പെട്ടു. ആ പുനഃപരിശോധന ഹർജികളെ പൂർണ്ണമായും ഞങ്ങൾ പിന്താങ്ങുന്നു എന്ന കൃത്യമായ നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലൊരു സുവ്യക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും വരുന്നത്. ഇന്ന് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു നിലപാട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പറയുമെന്ന്. ഇതിന് അധികം സമയമൊന്നുമില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് 14 മുമ്പ് കൃത്യമായി തന്നെ ബന്ധപ്പെട്ട കക്ഷികൾ എല്ലാവരും തന്നെ, അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡും, എല്ലാ കക്ഷികളും തന്നെ വിശദമായി തന്നെ അവരുടെ വാദങ്ങൾ, അവരുടെ നിലപാട് എഴുതി നൽകണം എന്ന കൃത്യമായ നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അധിക ദിവസങ്ങളും സമയങ്ങളും ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഈ ഉരുണ്ട് കളിക്കുന്നത് ബോധപൂർവ്വം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇന്ന് പി രാജീവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഭരണഘടനാ ബെഞ്ച് കേൾക്കണമെന്ന് നേരത്തെ ഞങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈ സെപ്റ്റംബർ 28 വിധി വരുന്നതിന് മുമ്പ് വിശദമായൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ വിശ്വാസ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു സമുദായവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ച് ഒരു കമ്മീഷൻ ഉണ്ടാക്കണം എന്നുള്ള നിലപാടുകളൊക്കെ ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷേ വിധി വന്നു, എന്ത് ചെയ്യാം, ദൗർഭാഗ്യകരം എന്ന രീതിയിൽ ഒരു സംസാരം. ആ വിധി നടപ്പാക്കുകയല്ലേ ഞങ്ങൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആക്ടിവിസ്റ്റുകളെ ഞങ്ങൾ ശബരിമലയിലേക്ക്, സന്നിധാനത്തിലേക്ക് കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമുള്ളത്, സെപ്റ്റംബർ 28 വിധിയിൽ എവിടെയെങ്കിലും ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് കയറ്റണം എന്ന് ഒരു വിധി, ഒരു വരിയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ് നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. അശ്വതി, എന്തായാലും ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉരുണ്ട് കളിക്കുന്ന സംസ്ഥാന സർക്കാരിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി രാജീവിൻ്റെ ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ച മുഴുവൻ വാക്കുകളും ഇഴകീറി പരിശോധിച്ചാൽ പോലും ഒരു വരിയിൽ പോലും എന്താണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നത് സുവ്യക്തമായി ഒന്ന് പറയാൻ പോലും കഴിയുന്നില്ല എന്നതാണ് ഈ നിമിഷവും പറയാൻ സാധിക്കുന്നത്.